ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ പരിശുദ്ധ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം. സർവസൃഷ്ടി ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. പ്രാർത്ഥന. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും അതെല്ലാം നല്ലത് എന്ന് കാണുകയും അതിനെ മനുഷ്യന്റെ കാര്യവിചാരത്തിൽ ഏൽപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം അവിടുത്തെ സൃഷ്ടിയുടെ മനോഹരത്വം കാണാൻ, അതിന്റെ നന്മ ആസ്വദിക്കുവാനും അതിനെ സംരക്ഷിക്കുന്നവരായി ആയിരിക്കാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ വചനം ചിന്തിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. വചനം ഞങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവർ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ജീവിതം ക്രമീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. വചനം സംസാരിക്കുന്ന അണിയെയും കേൾവിക്കാരായിരിക്കുന്ന ജനത്തെയും ഒന്നതുപോലെ അവിടുത്തെ ക്രൂശിന്റെ മറവിൽ വഹിച്ചാൽ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവജനങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഞാൻ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സഭ 64ാമത് പിറന്നാൾ ആഘോഷിക്കുവാനായി ഒരുങ്ങുന്ന ഈ വേളകളിൽ കഴിഞ്ഞ 64 വർഷം നമ്മെ നടത്തിയ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തോത്രം കരയറ്റുകയും ദൈവാലയത്തോടുള്ള നമ്മുടെ മനോഭാവം എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് നാം ഉത്തരം കണ്ടെത്തുകയും ഈ പരിശുദ്ധ ആലയത്തിലൂടെ കർത്താവായ യേശുവിനെ ദർശിക്കുവാനും നമ്മുടെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാനും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും നമ്മുടെ അപേക്ഷകളൊക്കെയും ദൈവം കേട്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുക. പ്രാർത്ഥനയോടെ ദൈവാലയത്തോടും ദൈവത്തോടും കൂറുള്ളവരായി ഈ ആഘോഷവേളകളിൽ വളരെ ആത്മാർത്ഥമായി സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവാലയത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് ഈ 64ാം സഭാദിനം ആഘോഷിക്കുന്ന വേളകളിൽ ദൈവം നമ്മെ ശോധന ചെയ്യുന്നത്. നന്ദിയുള്ള ഒരു ഹൃദയമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇതുവരെ നാം അനുഭവിച്ചതെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ്. അത് ഈ ആലയത്തിലൂടെയാണ് ദൈവം നമുക്ക് നൽകിയത്. തുടർന്നും ദൈവസ്ഥാനത്തിൽ നന്ദിയുള്ളവരായി ആയിരിക്കാം. ഈ സ്തോത്രാരാധനയിലും ആഘോഷങ്ങളിലും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ സഹകരിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ആലോചന പറയുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ നിന്നും വിവാഹത്താൽ വിദൂരതകളിലും മറ്റിടങ്ങളിലും ആയിരിക്കുന്നവർ, നമ്മുടെ സഭയിൽ അംഗങ്ങളെങ്കിലും വിദൂരതകൾ താമസിക്കുന്നവർ, അവരെല്ലാം കൂട്ടിവരുത്തുന്ന ഒരു ആത്മീയ സംഗമമാണ് സഭാദിന ആഘോഷങ്ങൾ. അതിനുവേണ്ടി സഭയിൽ എല്ലാ കുടുംബങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ. എല്ലാവരെയും ക്ഷണിച്ച് സന്തോഷത്തോടുകൂടെ ഈ സന്തോഷകരമായ കൂട്ടായ്മ അനുഭവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം സൃഷ്ടിയുടെ നന്മ എന്നുള്ളതാണ്. അപ്പോൾ സൃഷ്ടിയും സൃഷ്ടിതാവായ ദൈവവും, ഇത് രണ്ടും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മീയ അനുഭവമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെയും അതിലുള്ള സകല ജീവജാലങ്ങളുടെയും സൃഷ്ടാവ് ദൈവം തന്നെയാണ്. നാം ഇന്ന് കാണുന്നതും കാണപ്പെടാത്തവയുമായ ഈ പ്രപഞ്ചത്തിന്റെ സകല ചരാചരങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിൽ ദൈവത്തിന്റെ മനസ്സാണ്
അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രപഞ്ചത്തിന്റെ മനോഹരതയിൽ നാം ഇവിടെ ദർശിക്കുന്നത് ദൈവത്തിന്റെ അപ്രമേയത്വമാണ്. പ്രിയമുള്ളവരെ, സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം ഈ പ്രപഞ്ചത്തെയും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് അവയെ വഴി നടത്തുമ്പോൾ ഈ സൃഷ്ടിയുടെ നന്മ നാം അനുഭവിക്കുന്നവരാണ്. പലപ്പോഴും പ്രപഞ്ചത്തിൽ ദൈവ സൃഷ്ടിയുടെ നന്മ നാം അനുഭവിക്കുമ്പോൾ ദൈവ സൃഷ്ടിയെ നാം വികലമാക്കപ്പെടുന്നുവോ എന്നുള്ള ഒരു ചിന്തയും ഞാൻ മുമ്പോട്ട് വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ പ്രപഞ്ചവും അതിലുള്ള സകല ചരാചരങ്ങളെയും ദൈവം നല്ലത് എന്ന് കാണുകയാണ്. പാഴും ശൂന്യവുമായിരുന്ന ഈ പ്രപഞ്ചത്തിന് ഒരു അടുക്കും ചിട്ടയും ക്രമവും എല്ലാം വരുത്തി പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും കാലങ്ങളെയും കാലഭേദങ്ങളെയും എല്ലാം ദൈവം ക്രമീകരിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ പ്രകൃതിയിന്മേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം ഈ താളക്രമത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും അനേകം ജീവനുകൾക്ക് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാല അളവുകളിലാണ് നാം നിലനിൽക്കുന്നത്. ഭൂമിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് ആധുനിക ശാസ്ത്രം ഇപ്പോൾ പറയുന്നു. വേദപുസ്തകം നൂറ്റാണ്ടുകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അത് പ്രവചിച്ചതായ ഒരു കാര്യമാണ്. നിർപ്രകാരം ദൈവ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചം വളരെ മനോഹരവും സന്തുലിതവും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും നിലനിൽക്കുവാൻ അനുയോജ്യവുമായിട്ടാണ് ദൈവം നിലനിർത്തിയത്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നത്: നിൻ ഭൂമി നന്മകളാൽ സമൃദ്ധം, എത്രയോ ചേതോഹരം. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നന്മകളാൽ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം എത്രയോ ചേതോഹരമായ ഒരു അനുഭവമാണ്. എന്നാൽ മനുഷ്യന്റെ ആർത്തിയും ആഡംബരവും സുഖലോലുപതയും പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണവും ഭൂമിയെ കുറിച്ചുള്ള കരുതലില്ലായ്മയും മാനവരാശിയെ ഇന്ന് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് മഹാദുരന്തത്തിന്റെ ഒരു വക്കിലാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആദിമ കാലഘട്ടത്തിലെ പാട്ടുകാരന്മാർ പാടി: നിൻ ഭൂമി നന്മകളാൽ സമൃദ്ധം, അവ എത്രയോ ചേതോഹരം. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ കവികൾ ഇപ്പോൾ പാടുന്നത് ഇപ്രകാരമാണ്: ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വസിക്കുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അവർ മുൻപിൽ വെക്കുന്നത്. അപ്പോൾ നാം വസിക്കുന്ന ഈ പ്രപഞ്ചം ദൈവത്തിന്റെ നന്മ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ അത് വരും തലമുറകൾക്ക് കൂടെ സൂക്ഷിച്ചു വയ്ക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വം സർവശക്തനായ ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സഭാ കലണ്ടർ അനുസരിച്ച് ഇന്നത്തെ ചിന്ത സൃഷ്ടിയുടെ നന്മയെ കുറിച്ച് ചിന്തിക്കുവാനും അതിനനുസരിച്ചുള്ളതായ ആലോചനകളും ചിന്തകളും ജനത്തിന് പകരപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ സൃഷ്ടിയിലുള്ള നന്മകളെയും അവയുടെ ദൈവിക പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ വേദഭാഗങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ സൃഷ്ടി മുഴുവൻ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ഒരു ദൈവിക ദർശനത്തിലൂടെയുള്ള വേദഭാഗങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുകയും വായിക്കുകയും ചെയ്തത്. നാം കാണുന്നതായ ഈ സൃഷ്ടി ദൈവിക നന്മയുടെ ഉറവിടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയണം. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് ഈ സൃഷ്ടി മുഴുവനും നശ്വരമാണ് എന്നുള്ളതാണ്. അപ്പോൾ നശ്വരമായ ഈ സൃഷ്ടിയെ അനശ്വരതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി. പ്രിയമുള്ളവരെ, നാം ഇവിടെ ചിന്തിക്കണം. ഇവിടെ ദൈവ സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ന് നാം പാഠമായി വായിച്ച റോമർക്കെഴുതിയ ലേഖനവും സഭാപ്രസംഗി വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ നശ്വരമായ ദൈവിക സൃഷ്ടിയെ
അനശ്വരതയിലേക്ക് നയിക്കുക എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പൂർത്തീകരണമാണ് കർത്താവായ യേശുവിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പഴയ കാലഘട്ടത്തിലെ ദൈവശാസ്ത്ര ചിന്തകൾ മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ദൈവശാസ്ത്ര ചിന്തകളായിരുന്നു. എന്നാൽ ഈ നാളുകളിൽ മനുഷ്യന് മാത്രമല്ല രക്ഷ, സകല ചരാചരങ്ങൾക്കും രക്ഷ ആവശ്യമാണ് എന്നുള്ളതായ ഒരു പരിസ്ഥിതി ദൈവശാസ്ത്രത്തിലേക്ക് നമ്മുടെ ദൈവശാസ്ത്ര ചിന്തകളൊക്കെ ഇന്ന് വളർന്നു വരികയാണ്. അപ്പോൾ മനുഷ്യന് മാത്രം രക്ഷ എന്ന മനുഷ്യ കേന്ദ്രീകൃത ദൈവശാസ്ത്ര ചിന്തയിൽ നിന്ന് മാറി സൃഷ്ടിയുടെ മുഴുവൻ രക്ഷ എന്ന, അത് ഈ പ്രപഞ്ചത്തിന് മുഴുവനും നന്മയായി ഭവിക്കേണ്ടതായ ഒരു ദൈവശാസ്ത്ര ചിന്തകളിലേക്ക് നമ്മുടെ ചിന്തകളെ ഈ നാളുകളിലേക്ക് നാം നയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നോഹയുടെ പെട്ടകമാണ്. ഈ നോഹയുടെ പെട്ടകത്തിലൂടെ ദൈവം ആഗ്രഹിച്ചത് മനുഷ്യന് മാത്രം രക്ഷ എന്നുള്ള ഒരു ആശയമായിരുന്നുവെങ്കിൽ നോഹയെയും കുടുംബത്തെയും മാത്രം രക്ഷിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷയാണ്. അതുകൊണ്ട് സകല ചരാചരങ്ങളെയും നോഹയുടെ പെട്ടകത്തിലൂടെ ഒരു അനശ്വരതയിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് ദൈവം അവിടെ ആഗ്രഹിക്കുന്നു. അപ്പോൾ നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന ഒന്നാമത്തെ ചിന്ത സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇത് തന്നെയാണ് സഭാപ്രസംഗി പഠിപ്പിക്കുന്നത്. മായ എന്ന് പറയുമ്പോൾ മാഞ്ഞു പോകുന്നത് അഥവാ നശിച്ചു പോകുന്നത്, നശ്വരമായ സൃഷ്ടിയെയാണ് ഇവിടെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ നശ്വരമായ സൃഷ്ടിയെ അനശ്വരതയിലേക്ക് നയിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നശ്വരമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അനശ്വരതയിലേക്ക് നയിക്കുക. ജലപ്രളയത്തിൽ ഈ ഭൂമി മുഴുവനും നശിച്ചു പോകാതിരിക്കുക, നോഹയുടെ പെട്ടകമെന്ന ഒരു രക്ഷയുടെ അനുഭവം യഹോവയാകുന്ന ദൈവം അവിടെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ആ പെട്ടകത്തിലൂടെ ജലപ്രളയത്തിൽ നശിച്ചു പോയേക്കാമാകുന്ന ഈ പ്രപഞ്ചത്തെ അനശ്വരതയിലേക്ക് വഴി നടത്തുവാനുള്ള വാതിൽ ദൈവം തുറക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമല്ല രക്ഷ, പിന്നെയോ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും രക്ഷ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് റോമർ 8:22 പൗലോസ് പറയുന്നത്, സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നവോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രക്ഷ മനുഷ്യന് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല, പിന്നെയോ ഈ പ്രപഞ്ചത്തിന് തന്നെ അവകാശപ്പെട്ടതാണ്. ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്ക് വഴി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അനശ്വരതയിലേക്ക് നയിക്കുവാൻ ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ്. അപ്പോൾ ഭൂമി ദൈവത്തിന്റെ പാദപീഠമായിരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്നതായ ഈ പ്രപഞ്ചത്തെ അനശ്വരതയിലേക്ക് വഴി നടത്തുക എന്നുള്ളത് സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ പദ്ധതികളിൽ നാം ഇന്ന് പങ്കാളികളായി തീരുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും ഭൂമി നാശത്തിന്റെ വക്കിലാണ് എന്ന് ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകം അതിനുള്ള ചിന്തകളൊക്കെ മുന്നേ കൂട്ടി നമുക്ക് നൽകിയിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 13-ൽ പറയുന്നു, മനുഷ്യന്റെ പാപം ഭൂമിയെ മരുഭൂമിയാക്കി. അപ്പോൾ മനുഷ്യന്റെ പാപം ഭൂമിയെ മരുഭൂമിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വിഭവങ്ങളുടെ ദുരുപയോഗം, വനനശീകരണം, നഗരവൽക്കരണം, പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗം, വ്യാവസായികവൽക്കരണം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെതായ അമിതമായ അതിന്റെ സ്വാധീനം, ഇത്തരത്തിലുള്ളതായ മനുഷ്യന്റെ പാപത്തിന്റെയും ആഡംബരത്തിന്റെയും
സുഖലോലുപതയുടെയും ഉപ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഈ പ്രപഞ്ചത്തെ നാശോന്മുഖതയുടെ വക്കിൽ എത്തി നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ദൈവ ഉദ്ദേശത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നശ്വരമായ ഈ ഭൂമിയെ അനശ്വരതയിലേക്ക് നയിക്കുക. അതിന് കാര്യവിചാരകന്മാരായിട്ടാണ് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് അതിൽ വാഴുവാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കുക, അതിനെ അനശ്വരതയിലേക്ക് നയിക്കുക എന്നുള്ള അർത്ഥങ്ങൾ നമുക്ക് അവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ ചിന്ത സൃഷ്ടിയും പുതുസൃഷ്ടിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ സൃഷ്ടിയും പുതുസൃഷ്ടിയും എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ചിന്തകളിലൂടെയാണ് നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സൃഷ്ടി എന്ന് പറയുന്നത് അത് പിതാവിനാൽ സംഭവിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യമാണ്. ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലവും ഉളവായി. ദൈവത്തിന്റെ സ്വന്തം കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടി പിതാവായ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ പുതു സൃഷ്ടി പുത്രനായ ക്രിസ്തുവിലൂടെയാണ് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ സൃഷ്ടി പാപത്തിൽ വീണപ്പോൾ അത് നശ്വരതയുടെ അനുഭവമായി പരിണമിച്ചു. ഈ നശ്വരതയിൽ നിന്നും അവരെ വീണ്ടെടുക്കുവാനാണ് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടി, പഴയത് അവിടെ പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പുതു സൃഷ്ടിയാണ് നമ്മെ അനശ്വരതയിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ സൃഷ്ടി പാപത്തിന് അടിമപ്പെട്ടപ്പോൾ അത് നശ്വരമായി തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണം. അങ്ങനെ നശ്വരത ഈ ഭൂമിയിൽ സംജാതമാകുകയാണ് ചെയ്തത്. ഈ നശ്വരമായിരിക്കുന്ന ഭൂമിക്ക് ഒരു പുതു സൃഷ്ടി നൽകുവാനാണ് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അപ്പോൾ നശ്വരമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അനശ്വരതയിലേക്ക് നയിക്കുവാൻ ഒരു പുതു സൃഷ്ടിയുടെ അനുഭവമായിട്ടാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ അവതരിച്ചത്. ആ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യ ജീവൻ, അനശ്വരതയുടെ അനുഭവത്തിലേക്ക് അവന് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വെളിപാട് പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്നതായ പുതിയ ഭൂമിയും പുതിയ ആകാശവും എന്ന പുതു സൃഷ്ടി യേശുവിനാൽ സംജാതമാകുന്നതായ ഒരു അനുഭവമായിട്ടാണ് വേദപുസ്തക പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ വിധത്തിലൊക്കെ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു പുതു സൃഷ്ടി നമുക്ക് അനിവാര്യമായിരിക്കുന്നു. അപ്പോൾ നശ്വരമായിരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്നും അനശ്വരതയിലേക്കുള്ള പ്രയാണമാണ് പുതു സൃഷ്ടിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ദൈവ സൃഷ്ടിയായ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഒരുമയോടുകൂടെ വസിക്കുന്നതായ ഒരു കാലത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ പറയുന്നത്, ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും ഒരുമിച്ച് പാർക്കും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ പുല്ല് തിന്നും എന്നുള്ളതാണ്. ഇവിടെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയുന്ന ഒരു പുതു സൃഷ്ടിയുടെ അനുഭവം, അഥവാ ദൈവിക സൃഷ്ടിയുടെ നന്മയുടെ ഒരു അനുഭവത്തെയാണ് നമുക്കവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സൃഷ്ടിയിന്മേലുള്ള ദൈവ ഉദ്ദേശം നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്ക് നയിക്കുക. പുതു സൃഷ്ടിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. മൂന്നാമത്തെ ചിന്ത, പുതു സൃഷ്ടിയിൽ മനുഷ്യന്റെ പങ്കാളിത്തമാണ്. അപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് നാം ചിന്തിച്ചു. അതിലൂടെ ദൈവം ആഗ്രഹിച്ച പുതു സൃഷ്ടി എന്തെന്ന് നാം മനസ്സിലാക്കി.
ഇനി അതിൽ നമ്മുടെ പങ്കാളിത്തം എന്ത് എന്നുള്ളതാണ്. റോമർ 8:23 പൗലോസ് പ്രകാരം പറയുന്നു, ദൈവത്തിന്റെ ആദ്യദാനമായ പരിശുദ്ധാത്മാവിന്റെ അനുഭവക്കാരാണ് നാം എല്ലാവരും എന്നുള്ളതത്രേ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. ഈ അനുഭവമാണ് ദൈവ ഉദ്ദേശം പാലിക്കപ്പെടുവാൻ, ദൈവ ഉദ്ദേശം അനുസരിക്കുവാൻ, ദൈവ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനുള്ള ഉൾവിളി നമുക്ക് നൽകുന്നത്. അവിടെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പുതു സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് നാം നയിക്കപ്പെടുന്നത്. ഈ പുതു സൃഷ്ടിയിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം അഥവാ ഒരു ഉൾവിളി നമ്മുടെ ഹൃദയങ്ങളിൽ ഈ നാളുകളിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പുതു സൃഷ്ടി നമ്മിൽ ഉണ്ടാകുന്നത്. നമ്മിൽ ഉണ്ടാകേണ്ടതായ ഒരു പുതു സൃഷ്ടി എന്ന് പറയുന്നത് പൗലോസ് പറയുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായി തീരുമ്പോൾ അവൻ പുതു സൃഷ്ടിയായി മാറ്റപ്പെടുന്നു. അതായത് മനുഷ്യപുത്രരായിരിക്കുന്ന നാം ഒരു പുതു സൃഷ്ടിയായി തീർന്ന് ദൈവപുത്രൻ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. ആ ഒരു അനുഭവമാണ് ഈ നാടുകളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഞാനത് ഒന്നുകൂടെ പറയാം. മനുഷ്യപുത്രരായിരിക്കുന്ന നാം ദൈവപുത്രരായി ഒരു പുതു സൃഷ്ടിയിലേക്ക് കടന്നു വരുമ്പോഴാണ് നാം അനശ്വരതയിലേക്ക് പ്രയാണം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നശ്വരമായ ഈ ലോകത്ത് നശിച്ചു പോകുന്നതായ മൺകൂടാരമായിരിക്കുന്ന ഒരു ശരീരത്തിൽ നാം ജീവിക്കുന്നു. ഇവിടെ ഈ നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്ക് വരുവാനുള്ള ലോകത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അപ്പോൾ ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകേണ്ടതായ ഒരു ജീവിതമല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അനശ്വരതയിലേക്കുള്ള പ്രയാണമാണ്. ആ ഒരു പ്രയാണമാണ് സൃഷ്ടിയുടെ നന്മയിലൂടെ നാം അനുഭവിക്കേണ്ടതായിട്ടുള്ളത്. അത് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും, നശ്വരമായത് അനശ്വരതയിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ഇന്ന് അനശ്വരതയിലേക്കുള്ള പ്രയാണത്തിലാണ് ഞാൻ നിങ്ങൾ. പക്ഷേ ഈ പ്രയാണത്തിൽ നാം നഷ്ടപ്പെട്ടു പോകുന്നവരാണോ, നാം ദ്രവത്വം പ്രാപിക്കുന്നവരാണോ എന്നൊക്കെ നാം ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവ സൃഷ്ടിയായ സകല ചരാചരങ്ങളും ഇന്ന് ആയിരിക്കുന്നതായ ഈ നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു പുതു സൃഷ്ടിയായി രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയിത്തീരണം. നാം ഈ ക്രിസ്തുവിൽ ആയിത്തീരുമ്പോഴാണ് സൃഷ്ടിയുടെ നന്മ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ ക്രൈസ്തവ വിശ്വാസികൾ മുൻപന്തിയിലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ദൈവ സൃഷ്ടിയായ മനുഷ്യനും പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളും ക്രിസ്തുവിൽ പുതു സൃഷ്ടിയായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ അനശ്വരതയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് പുതിയ ഭൂമിയും പുതിയ ആകാശവും എന്ന ആ ഒരു സ്വർഗീയ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ സൃഷ്ടിയുടെ നന്മയുടെ വക്താക്കളായി തീരുവാൻ നാം ഒന്ന് ചിന്തിച്ച വചനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുകയും നാം നശിച്ചു പോകുന്ന ഈ ലോകത്തിലല്ല അനശ്വരതയിലേക്കുള്ള പ്രയാണത്തിലാണ് എന്ന ഒരു ചിന്തയിലൂടെ ഒരു പുതു സൃഷ്ടിയായി രൂപാന്തരം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.